നമസ്തേ, വേദപുഷ്പത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ശ്രീരുദ്രത്തിലെ 5ാമത്തെ മന്ത്രമാണ് പഠിക്കാൻ പോകുന്നത്. അഞ്ചാമത്തെ മന്ത്രത്തിൻ്റെ ഋഷിക്ക് ഒരു വ്യത്യാസമുണ്ട്. ബൃഹസ്പതി ഋഷി. എന്താണ്? ബൃഹസ്പതിയാണ് ഋഷി. ബൃഹസ്പതി ഋഷി. ഛന്ദഃ ഭൂരികാർഷി ബൃഹദീ ഛന്ദസ്സാണ്. എഴുതിയെടുക്കണം. ഭൂരികാർഷി ബൃഹദീ ഛന്ദസ്. വ്യത്യാസമുണ്ട്. ഭൂരികാർഷി ബൃഹദീ ഛന്ദ. ദേവത എന്താ? ഏകരുദ്രഹ ദേവത. ഏകരുദ്രഹ ദേവത. ആകെ ഒരു മാറ്റം. സ്വരഹ മധ്യമഹ. മധ്യമസ്വരം. അപ്പം എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്? ബൃഹസ്പതി ഋഷി, ഭൂരികാർഷി ബൃഹദീ ഛന്ദഃ, ഏകരുദ്രഹ ദേവത, മധ്യമസ്വര. ഇനി ഞാൻ മന്ത്രം ചൊല്ലാം. ഓം അധ്യവോജദധിവക്ത പ്രഥമോ ദൈവ്യോഭിഷക അഹിംശ്ച സർവാൻ ജംഭയൻ സർവാംശ യാതുധാന്യോ അധരാജീഹി പരാസുവ. ഓം അധ്യവോജദധിവക്ത പ്രഥമോ ദൈവ്യോഭിഷക അഹിംശ്ച സർവാൻ ജംഭയൻ സർവാംശ യാതുധാന്യോ അധരാജീ പരാസുവ. ഓം അധ്യവോജദധിവക്ത പ്രഥമോ ദൈവ്യോഭിഷക അഹിംശ്ച സർവാൻ ജംഭയൻ സർവാംശ യാതുധാന്യോധരാജീ പരാസുവ. എന്താണ് മന്ത്രത്തിൽ പറയുന്ന അർത്ഥം എന്ന നിലയ്ക്ക് നമുക്ക് നേരെ അങ്ങ് കിടക്കാം. ദൈവ്യ മനസ്സിൽ ദിവ്യഗുണങ്ങളെ ഉൽപ്പന്നമാക്കുകയും, ദൈവ്യ മനസ്സിൽ ദിവ്യഗുണങ്ങളെ ഉൽപ്പന്നമാക്കുകയും, ഭിഷക് ഭിഷക് ശരീരത്തിലെ രോഗങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന, ശരീരത്തിലെ രോഗങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന. പ്രഥമഃ ആദ്യത്തെയും, പ്രഥമഃ ആദ്യത്തെയും, അധിവക്ത ഏറ്റവും ശ്രേഷ്ഠവുമായ ഉപദേശകൻ ഈശ്വരനാകുന്നു. അധിവക്ത ഏറ്റവും ശ്രേഷ്ഠവുമായ, പ്രഥമഃ എന്ന് പറഞ്ഞാൽ ആദ്യത്തെയും, അധിവക്ത ഏറ്റവും ശ്രേഷ്ഠവുമായ ഉപദേശകൻ ഈശ്വരനാകുന്നു. ആ ഈശ്വരൻ അധ്യവോജത് ഞങ്ങൾക്ക് ശ്രേഷ്ഠമായ ഉപദേശങ്ങൾ നൽകട്ടെ. അധ്യവോജത് ഞങ്ങൾക്ക് ശ്രേഷ്ഠമായ ഉപദേശങ്ങൾ നൽകട്ടെ. ഞങ്ങൾക്ക് ശ്രേഷ്ഠമായ ഉപദേശങ്ങൾ നൽകട്ടെ. അങ്ങനെ ഞങ്ങളിലെ സർവാൻ ആഹീൻ ച, സർവാൻ ആഹീൻ ച, സർവാൻ ആഹീൻ ച, സർപ്പം കണക്കെയുള്ള സകല കുടില വിചാരങ്ങളെയും, സർപ്പം കണക്കെയുള്ള സകല കുടില വിചാരങ്ങളെയും, ജംഭയൻ ജംഭയൻ ഇല്ലാതാക്കിക്കൊണ്ട്, ജംഭയൻ ഇല്ലാതാക്കിക്കൊണ്ട്, ഇല്ലാതാക്കിക്കൊണ്ട്, സർവാഹ ച യാതുധാന്യഃ, സർവാഹ ച യാതുധാന്യഃ, സർവാഹ ച യാതുധാന്യഃ, സർവാഹ ച യാതുധാന്യഃ. പീഡയേൽപ്പിക്കുന്ന സർവരോഗങ്ങളെയും, സർവാഹ ച യാതുധാന്യഃ എന്ന് പറഞ്ഞാൽ പീഡയേൽപ്പിക്കുന്ന സർവരോഗങ്ങളെയും, അധരാജീഹി അധരാജീഹി താഴ്ത്തിക്കൊണ്ട്, ശമിപ്പിച്ചുകൊണ്ട്, അധരാജീഹി സർവരോഗങ്ങളെയും താഴ്ത്തിക്കൊണ്ട് അഥവാ ശമിപ്പിച്ചുകൊണ്ട്, പരാസുവ ഞങ്ങളിൽ നിന്ന് ദൂരെ അകറ്റിയാലും, പരാസുവ ഞങ്ങളിൽ നിന്ന് ദൂരെ അകറ്റിയാലും. പരാസുവ എന്നുള്ള പദം നമ്മൾ വേദങ്ങളിൽ പലയിടത്തായിട്ട് കണ്ടിട്ടുള്ളതാണല്ലോ. പരാസുവ ഞങ്ങളിൽ നിന്നും ദൂരെ അകറ്റിയാലും.
അപ്പോൾ സർവാഹ ച യാതുധാന്യ, പീഡയേൽപ്പിക്കുന്ന സർവ്വരോഗങ്ങളെയും അധരാജീഹി താഴ്ത്തിക്കൊണ്ട് ശമിപ്പിച്ചുകൊണ്ട് പരാസുവ ഞങ്ങളിൽ നിന്ന് ദൂരെ അകറ്റിയാലും എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഈ മന്ത്രത്തിൽ എന്തൊക്കെയാണ് നമ്മളിവിടെ പറയുന്നത് നോക്കാം നമുക്കില്ലേ. എന്താ പറയുന്നത് നോക്കൂ. ശരിക്കും എന്താ ഗുരു ആരാ ഗുരു? ഗുരു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, യോഗദർശനത്തിൽ പതഞ്ജലി പറഞ്ഞിട്ടുണ്ട്, സ ഏഷ പൂർവേഷാം അഭിഗുരുക്കാലേനാനവച്ഛേദാത്. എന്താണ്? ഗുരുക്കന്മാരുടെയും ഗുരുവാണ് ഈശ്വരൻ, യാതൊരു സംശയവുമില്ല. കാലം കൊണ്ട് പരിമിതപ്പെടുത്താനാകാത്ത പരമനായ ഗുരുവാണ് ഈശ്വരൻ എന്ന കാര്യം നമുക്കറിയാം. ഇവിടെ ഈ മന്ത്രത്തിൽ എന്താ പറയുന്നത് നോക്കൂ. പ്രഥമഃ അധിവക്ത. പ്രഥമഃ അധിവക്ത എന്താണോ ഇതൊക്കെയാണ് ഈ നമ്മുടെ ദർശനങ്ങളൊക്കെ പഠിച്ചാലേ വേദം ശരിക്കും മനസ്സിലാവൂ എന്ന് പറയുന്നത്. ഇക്കാര്യം പ്രഥമഃ അധിവക്ത എന്ന വാക്കുകളാലാണ് ഈ മന്ത്രത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. ഈ മന്ത്രത്തിൽ നിന്നാണ് പൂർവേഷാം അഭിഗുരുക്കാലേനാൻ അവച്ഛേദാത് എന്ന് പറയുന്ന കാഴ്ചപ്പാട് ഉണ്ടാവുന്നത് തന്നെ. പതഞ്ജലിക്ക് ഈ വിവരം കിട്ടുന്നത് തന്നെ ഇതിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ആദ്യത്തെ പ്രഥമ അധിവക്ത, ആദ്യ ഗുരു, ആദ്യത്തെ ഉപദേശകൻ രുദ്രനാണ്, ഭഗവാനാണ്. മാത്രമല്ല ആ രുദ്രൻ ദിവ്യനായ വൈദ്യനാണെന്ന കാര്യവും മന്ത്രത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ദിവ്യനായിട്ടുള്ള വൈദ്യനാണ്. ആ വൈദ്യൻ എന്തൊക്കെയാണ് ചെയ്യുക? മനസ്സിലെ കുടില വിചാരങ്ങളെയും ശരീരത്തിലെ രോഗങ്ങളെയും ദൂരെ അകറ്റുവാനായി വൈദ്യനാഥനായ രുദ്രനോട് പ്രാർത്ഥിക്കുകയാണ് ഈ മന്ത്രത്തിൽ ഉപാസകൻ ചെയ്യുന്നത്. വൈദ്യനാഥനാണ് രുദ്രൻ. അദ്ദേഹത്തോട് പറയുകയാണ് എൻ്റെ ശരീരത്തിനും മനസ്സിനുമുള്ള രോഗങ്ങളെ അകറ്റിയാലും എന്ന് പറയുകയാണ്. അപ്പം ഞാൻ ആ മന്ത്രത്തിലേക്ക് ഒരിക്കൽ കൂടി പ്രവേശിക്കാം. ഓം അധ്യവോജദധിവക്ത പ്രഥമോ ദൈവ്യോഭിഷക അഹിംശ്ച സർവാം ജംഭയൻ സർവാശ യാതുധാന്യോധരാജി പരാസുവാം. അപ്പോൾ ദൈവ്യ മനസ്സിൽ ദിവ്യഗുണങ്ങളെ ഉൽപ്പന്നമാക്കുകയും ഭിഷക്ക് ശരീരത്തിലെ രോഗങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന പ്രഥമഃ ആദ്യത്തെയും അധിവക്ത ഏറ്റവും ശ്രേഷ്ഠവുമായ ഉപദേശകൻ, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഉപദേശകൻ ഈശ്വരനാകുന്നു. ആ ഈശ്വരൻ അധ്യവോജത് ഞങ്ങൾക്ക് ശ്രേഷ്ഠമായ ഉപദേശങ്ങൾ നൽകട്ടെ. അങ്ങനെ ഞങ്ങളിലെ സർവാൻ ആഹീൻ ച സർപ്പം കണക്കെയുള്ള സകല കുടില വിചാരങ്ങളെയും ജംഭയൻ ഇല്ലാതാക്കിക്കൊണ്ട് സർവാഹ ച യാതുധാന്യാഃ, സർവാഹ ച യാതുധാന്യഃ പീഡയേൽപ്പിക്കുന്ന സർവ്വരോഗങ്ങളെയും അധരാജി താഴ്ത്തിക്കൊണ്ട് ശമിപ്പിച്ചുകൊണ്ട് പരാശുവ ഞങ്ങളിൽ നിന്ന് അകറ്റിയാലും. ഉജ്ജ്വലമായ ഒരു പ്രാർത്ഥന. മനുഷ്യൻ്റെ മനസ്സിനും ശരീരത്തിനും പരിപൂർണ ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ ബുദ്ധിപൂർവം കാര്യങ്ങൾ ചെയ്യാനും ക്രിയാത്മകമായി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആ കാര്യം നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഉപാസകനെ അതിനെക്കുറിച്ച് വ്യക്തമാക്കി പറഞ്ഞു കൊടുത്തുകൊണ്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഈ ശ്രീരുദ്രത്തിലൂടെ ഈ ഋഷി. അപ്പോൾ ഏതായാലും നമുക്ക് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം മനസ്സിലായി. ഈ അർത്ഥം എല്ലാവരിലേക്കും ശ്രീരുദ്രത്തിൻ്റെ അർത്ഥം എത്തിക്കാൻ ശ്രമിക്കുക. എൻ്റെ അറിവിൽ ശുക്ല യജുർവേദീയമായ ശ്രീരുദ്രത്തിൻ്റെ അർത്ഥം പദം മുറിച്ചുകൊണ്ട് ഈ രീതിയിൽ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ വരുന്നത്. ഏതായാലും ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാവരിലേക്കും ഇത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരുടെയും ആരോഗ്യവും മനസ്സുമൊക്കെ ഭദ്രമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മനമസ്കാരം.